ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കൊറോണ ടൈം ആയ കാരണം ഇപ്പോൾ എല്ലാവരും ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ നല്ല ഉപയോഗമുണ്ട്. വെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൈ ഹാൻഡ് സാനിറ്റൈസർ ഇടും. അതുപോലെ നമ്മുടെ മൊബൈൽ, മെയിനായിട്ട് നമ്മുടെ മൊബൈൽ, പേഴ്സൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ പുറത്ത് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് അവൻ കുറച്ച് കാലമായിട്ട് ഹാൻഡ് സാനിറ്റൈസർ നമ്മുടെ ജെൽ ടൈപ്പ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട്, അതുപോലെ ഹാൻഡ് റബ്ബൊക്കെ ഉപയോഗിച്ചിട്ട് കൈയും കഴുകുക. അതിന് മുകളിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് മുകളിലൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് അവൻ്റെ ഫോൺ ഒന്ന് ഗ്ലിറ്ററിങ് ഒക്കെ വന്നിട്ട്, ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് പിന്നെ സാധനം ഓണാവുണ്ടായി. അപ്പോൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സർവീസ് സെൻ്ററിൽ പോയി കൊടുത്തപ്പോൾ അവർ പറയണത് അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയി, ഉള്ളിലേക്ക് നമ്മുടെ ആൽക്കഹോൾ കണ്ടൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വാട്ടർ പ്രൂഫാണ്, അതുപോലെ ഇപ്പോൾ ഇതുപോലെ അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വാട്ടർ പ്രൂഫ് ഫോണായി തന്നെ. ഇപ്പോൾ ഐഫോണും അതുപോലെ ഇപ്പോൾ ഹൈ എൻഡ് സാംസങ്ങിൻ്റെ ഫോണൊക്കെ വാട്ടർ പ്രൂഫ് ഉണ്ടല്ലോ, അപ്പോൾ അതായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ ഐഫോണായിരുന്നു. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വന്നു വെച്ചാൽ അവർ പറയണ ബോർഡിന് എന്തോ കുഴപ്പം പറ്റിയെന്നാണ് പറയണത്. ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞാൽ എന്തായാലും അവർക്ക് എന്തോ ആപ്പിളിൻ്റെ കെയർ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഫ്രീ അല്ല, എത്ര റേറ്റ് കുറവാണ്. മിനിമം ശരിക്കും ഇപ്പോൾ അതില്ലെങ്കിൽ അവന് 50,000 രൂപ കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ 10 Max ആണ് ഇന്ന് ഫോണ്. അപ്പോൾ ഇതുള്ള കാരണം എത്രയോ 10,000-ൻ്റെ താഴെ ഉണ്ടായിട്ടുള്ളൂ. എന്തോ ഓഫറാണ്, എന്തോ ആപ്പിൾ കെയർ, എന്തോ ഇൻഷുറൻസ് പോലെ എന്ന സംഭവമാണ്. അപ്പോൾ അത് ചിള്ള കാരണം കുറച്ച് കാശ് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ നമ്മുടെ നോർമലി ജെൽ ടൈപ്പ് സാധനം നമ്മൾ കയ്യിൽ പറ്റിയത് തന്നെ ഒരു ലെയർ പോലെ ഉണ്ടായിരിക്കും മുകളിൽ, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ കഴിയുന്നത് ഈ സാധനം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പിൽ അധികം ഉപയോഗിക്കാൻ സാധ്യതയില്ല. എന്നല്ല, അത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ അത് നിർത്തിക്കോളാൻ പറയാൻ വേണ്ടി ഒരു മെസ്സേജായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് മൊബൈലിന്. അപ്പോൾ സംഭവം ക്ലിയർ ആയിട്ട് എന്താ കാണാറില്ല. പക്ഷേ അവൻ്റെ ഡിസ്പ്ലേയും പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻറ്റേർണൽ വെൻ്റോ കുഴപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ട് അവർ പറയണത് ഇത് വെച്ചിട്ട് വന്നിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്പ്രേ ടൈപ്പ് നമ്മുടെ കിട്ടും. ഇപ്പോൾ ഡെറ്റോളിൻ്റെ ആയാലും ഇപ്പോൾ സാവലോണിൻ്റെ ഒക്കെ ഒരു സ്പ്രേ ഉണ്ട്. അവർ മൊബൈൽസിനൊക്കെ വളരെ ഇറക്കുന്നുണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മൊബൈലിൽ ചെറിയൊരു ടൈപ്പ് നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഡിസ്ഇൻഫെക്റ്റൻ ആയിട്ട് മൊബൈൽ, ലാപ്ടോപ്പ് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഉപയോഗിക്കാനും കുഴപ്പമില്ല. പിന്നെ ഈ സ്പ്രേന് എന്ത് ഗുണമെന്ന് വെച്ചാൽ അത് വേഗം ഇവപ്പറേറ്റ് ആയി പോയിക്കോളും. അപ്പോൾ വെച്ചാൽ പെട്ടെന്ന് ഇവപ്പറേറ്റ് ആയി പോയിക്കോളും. അപ്പോൾ ഈ ശല്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇതാണ്, ഡെറ്റോളിൻ്റെ ആണിത്. ഇത് നമുക്ക് ഇതിൽ ഒരു മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, ലാപ്ടോപ്പിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടിയും ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാറിലൊക്കെ ഉപയോഗിക്കാം. ഞാൻ മെയിനായിട്ട് കാറിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൊബൈലിലും അത്യാവശ്യം ദൂരെ വെച്ചിട്ട് ഈ ബാക്കിൽ നമ്മുടെ പൗച്ചിലൊക്കെ അടിക്കാറുണ്ട് അതുപോലെ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിക്കുന്നത് ട്രൈ ആക്റ്റീവിൻ്റെ ഇതേപോലത്തെ ഒരു സംഭവമാണ്. കഴിയാറായപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് വേറെ. അപ്പോൾ കുറച്ചും കൂടി സേഫ് നമ്മുടെ ഈ ജെല്ലിനാട്ടും കുറച്ചും കൂടി സേഫ് ഇതായിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് യൂസ് കുറയ്ക്കാൻ നോക്കുക ഈ ജെല്ലിൻ്റെയൊക്കെ. അതിപ്പോൾ നമ്മുടെ കയ്യിനും ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി ഫ്രണ്ട്സ്, ബൈ.